ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര വേണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര അളന്നെടുത്ത് വെച്ചതാണിത്. ഇതിലേക്ക് തൊലി കളഞ്ഞ ഏലക്ക ഒരു 4 എണ്ണം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ പഞ്ചസാര ഏലക്ക ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് കടലമാവ് വേണം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര അളന്ന അതേ കപ്പിൻ്റെ അളവിനാണ് 1.5 കപ്പ് അളന്നെടുത്തത്. കൂടെ ഒരു 2 സ്പൂൺ റവയും കൂടെ ചേർത്തിട്ടുണ്ട്. റവയും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് നല്ല ബൈൻഡിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ റവ ചേർത്തത്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലമാവും റവയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കടലമാവും റവയും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ചെയ്യേണ്ട. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് തീ നല്ലതുപോലെ തന്നെ കുറച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ റവയും കടലമാവും നെയ്യിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കൈയെടുക്കാതെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇതിന്ന് നെയ്യൊക്കെ ഒന്ന് റിലീസായി മിക്സ് കുറച്ച് ലൂസായി വന്നിട്ടുണ്ട്. കളറും ഒക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. വീഡിയോയിൽ ഇപ്പോൾ കളർ മാറിയത് കണ്ടാൽ മനസ്സിലാവുമോ എന്നറിയില്ല. പക്ഷേ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഈ കടലമാവ് ഒന്ന് വെന്ത് കിട്ടണം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടണം. അതേസമയം ഇത് കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ കൈയെടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കടലമാവ് നന്നായിട്ട് മൂത്ത ഒരു മണമൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നെയ്യ് നന്നായിട്ട് റിലീസായി വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ചെറുതായിട്ടൊന്ന് ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെയാണ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. 15 മിനിറ്റാണ് എനിക്കിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. മിക്സർ കുറച്ച് ഡ്രൈ ആയതുപോലെ തോന്നും. പക്ഷേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സായി വരുമ്പോൾ വീണ്ടും ഈ മിക്സ് ലൂസായിട്ട് വരും. ഇതിൽ നിന്ന് വീണ്ടും നെയ്യൊക്കെ ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവാകും. ആ സമയം വരെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. കുറച്ചും കൂടി വിസ്താരമുള്ള പാത്രം എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എടുത്ത ഒരു പാത്രത്തിന് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ പഞ്ചസാര പൊടിയൊക്കെ നന്നായിട്ട് കടലമാവിൻ്റെ കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോഴും മിക്സ് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കടലമാവിൻ്റെ മിക്സ് ഒന്ന് ചെറുതായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ നമുക്ക് നെയ്യ് റിലീസ് ആവുന്നത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് വരെ വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പഞ്ചസാരപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൻ്റെ മിക്സ് റെഡിയായി കിട്ടും. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഒരു പാത്രത്തിൽ നെയ്യൊക്കെ തൂത്ത് ബട്ടർ പേപ്പറൊക്കെ ലൈൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ടും ആൽമണ്ട്സും മുറിച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കടലമാവിൻ്റെ തരി അനുസരിച്ചിട്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വ്യത്യാസം വരാം. എനിക്കിപ്പോൾ 2-2.5 മണിക്കൂർ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഉറച്ച് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ സെറ്റായി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വെക്കുക. ഇനി ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് തിക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ട വഴി അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ആയാലും ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.